ഗ്രാമർ ഒരുപാട് പഠിക്കാതെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. ഇംഗ്ലീഷിൽ ഒത്തിരി കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഇതിന് കുറെ പാറ്റേൺസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ പാറ്റേൺസ് ഉപയോഗിക്കുന്ന ഏകദേശം ഒരു 200 സെന്റൻസസ് അതാണ് ഇന്നത്തെ ലെസണിലുള്ളത്. കഴിഞ്ഞ ലെസണിന്റെ ഹോംവർക്ക് ഇന്ന് പറയുന്നില്ല. അതുകൂടി ആവുമ്പോൾ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. പിന്നെ ഈ ലെസൺ യൂസ്ഫുൾ ആയി തോന്നുന്നവരെ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അത് ഇവിടെ നിന്നും ദൂരെയാണോ? ദൂരത്തിനെ കുറിച്ച് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് ആണ് ഫാർ. ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ്സിലുമാണ് നമ്മൾ ഈ വേർഡ് യൂസ് ചെയ്യുക. അത്, ഇറ്റ്. ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ഓക്സിലറി വെർബ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സെന്റൻസ് തുടങ്ങുന്നത്. ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ? ഫ്രം ഹിയർ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും. ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ? അത് ഇവിടെ നിന്നും ദൂരെയാണോ? സ്റ്റേഷൻ ഇവിടെ നിന്നും ദൂരെയാണോ? അത് എന്നതിന് പകരം സ്റ്റേഷൻ ആവുമ്പോൾ ഈസ് ദ സ്റ്റേഷൻ ഫാർ ഫ്രം ഹിയർ? സ്റ്റേഷൻ ഇവിടെ നിന്നും ദൂരെയാണോ? ഈസ് ദ സ്റ്റേഷൻ ഫാർ ഫ്രം ഹിയർ? മലയാളത്തിൽ നമ്മൾ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ദ സ്റ്റേഷൻ എന്ന് വേണം പറയാൻ. ഈസ് ദ സ്റ്റേഷൻ ഫാർ ഫ്രം ഹിയർ? ഫാർ നമ്മൾ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ് സെന്റൻസസിലുമാണ്. അഫർമേറ്റീവ് സെന്റൻസിൽ ഇതേ മീനിങ് വരുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ലോങ് വേ ആണ്. സ്റ്റേഷൻ ഇവിടെ നിന്നും കുറെ ദൂരെയാണ്. ഇതൊരു അഫർമേറ്റീവ് സെന്റൻസ് ആണ്. ദൂരെയാണോ ദൂരെയല്ല അതൊന്നും അല്ല പറയുന്നത്, ദൂരെയാണ്. ദ സ്റ്റേഷൻ ഈസ് എ ലോങ് വേ ഫ്രം ഹിയർ. ഇവിടെ ഫാർ അല്ല ഉപയോഗിക്കുന്നത്. ദ സ്റ്റേഷൻ ഈസ് എ ലോങ് വേ ഫ്രം ഹിയർ. സ്റ്റേഷൻ ഇവിടെ നിന്നും കുറെ ദൂരെയാണ്. ഇനി സ്റ്റേഷൻ ഇവിടെ നിന്നും ദൂരെയല്ല എന്നാണ് പറയേണ്ടതെങ്കിലോ, നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ പറയാം, ദ സ്റ്റേഷൻ ഈസ് നോട്ട് ഫാർ ഫ്രം ഹിയർ. ദ സ്റ്റേഷൻ ഈസ് നോട്ട് എ ലോങ് വേ എന്നല്ല പിന്നെ പറയുന്നത്, ദ സ്റ്റേഷൻ ഈസ് നോട്ട് ഫാർ ഫ്രം ഹിയർ. നെഗറ്റീവ് സെന്റൻസസിലും ക്വസ്റ്റ്യൻസിലും ഫാർ ഉപയോഗിക്കുക. അഫർമേറ്റീവ് സെന്റൻസിൽ ദൂരത്തിനെ കുറിച്ച് പറയാൻ എ ലോങ് വേ യൂസ് ചെയ്യുക. ഒരു ടാക്സി പിടിച്ചാലോ അല്ലെങ്കിൽ ടാക്സി വിളിച്ചാലോ, ഒരു കാര്യം നിർദ്ദേശിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്താലോ എന്ന് ചോദിക്കാൻ നമുക്ക് ഷോൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഹൗ അബൌട്ട് ഉപയോഗിക്കാം. ഒരു ടാക്സി വിളിച്ചാലോ, ഹൗ അബൌട്ട് ടേക്കിംഗ് എ ടാക്സി? ഹൗ അബൌട്ട് ടേക്കിംഗ് എ ടാക്സി? ഇത് തന്നെ നമുക്ക് ഷോൾ ഉപയോഗിച്ചും ചോദിക്കാം. ഷോൾ ബി ടേക്ക് എ ടാക്സി? ഹൗ അബൌട്ടിന് ശേഷം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ING ഫോം ആണ്. ഷോൾ ഉപയോഗിച്ചാണ് ഈ സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ പിന്നെ അതിനുശേഷം സബ്ജക്റ്റും വെർബും എല്ലാം വേണം. ഷോൾ ബി ടേക്ക് എ ടാക്സി? നമുക്കൊരു ടാക്സി വിളിച്ചാലോ? ഇവിടെ ഷോളിന് പകരം നമുക്ക് വേണമെങ്കിൽ ഷുഡ് ഉപയോഗിക്കാം. ഷുഡ് ബി ടേക്ക് എ ടാക്സി? നേരത്തെയുള്ള ഫ്ലൈറ്റിന് പോയാലോ? നേരത്തെയുള്ള ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഏർലിയർ ഫ്ലൈറ്റ്. ഹൗ അബൌട്ട് ടേക്കിംഗ് ദ ഏർലിയർ ഫ്ലൈറ്റ്? ഹൗ അബൌട്ട് ടേക്കിംഗ് എൻ ഏർലിയർ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ദ ഏർലിയർ ഫ്ലൈറ്റ്? ദ ഏർലിയർ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെയുള്ള ഫ്ലൈറ്റ്, എൻ ഏർലിയർ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെയുള്ള ഒരു ഫ്ലൈറ്റ്. ഹൗ അബൌട്ട് ടേക്കിംഗ് എ ടാക്സി? ഒരു ടാക്സി വിളിച്ചാലോ? ഹൗ അബൌട്ട് ടേക്കിംഗ് എൻ ഏർലിയർ ഫ്ലൈറ്റ്? നേരത്തെയുള്ള ഒരു ഫ്ലൈറ്റിന് പോയാലോ? ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഷോൾ ഉപയോഗിച്ചും ചോദിക്കാം. ഷോൾ ബി ടേക്ക് എൻ ഏർലിയർ ഫ്ലൈറ്റ്? നമുക്ക് നേരത്തെയുള്ളൊരു ഫ്ലൈറ്റിന് പോകണോ അല്ലെങ്കിൽ പോയാലോ? നമ്മൾ പറയുന്ന ഒരു സജഷനോട് മറ്റൊരാൾക്കുള്ള അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണ് ഇത് രണ്ടും. ഹൗ അബൌട്ടിന് ശേഷം ING ഫോം തന്നെ വേണം ഉപയോഗിക്കാൻ. അവൻ കാണാൻ കൊള്ളാം. ഹീസ് എ ഗുഡ് ലുക്കിംഗ് പേഴ്സൺ അല്ലെങ്കിൽ ഹീസ് ഗുഡ് ലുക്കിംഗ്. ആ പേഴ്സൺ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഗുഡ് ലുക്കിങ്ങിന് മുന്നിൽ എ എന്ന ആർട്ടിക്കിൾ കൂടി വരുന്നുണ്ട്. പേഴ്സൺ ഇല്ലെങ്കിൽ ഹീസ് ഗുഡ് ലുക്കിംഗ് എന്ന് മാത്രം പറയുക, അല്ലെങ്കിൽ ഹീസ് ഹാൻസം. അവൻ കാണാൻ നല്ലതാണ്. അവന്റെ സ്വഭാവം എങ്ങനെ? ഹീസ് എ ഗുഡ് ലുക്കിംഗ് പേഴ്സൺ. വാട്ട് അബൌട്ട് ഹിസ് ക്യാരക്ടർ? അവന്റെ സ്വഭാവം എങ്ങനെയുണ്ട്? നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യത്തിനോട് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഹൗ അബൌട്ട് അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഹീസ് എ ഗുഡ് ലുക്കിംഗ് പേഴ്സൺ. വാട്ട് അബൌട്ട് ഹിസ് ക്യാരക്ടർ? അവന്റെ സ്വഭാവം നല്ലതാണോ? സ്വഭാവം എങ്ങനെ? നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു ഫിലിം കാണാൻ പോവാം. ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ ഇൻ ദ ആഫ്റ്റർനൂൺ. ഒരു സിനിമ കാണാം എന്നല്ല പറയുന്നത്, സിനിമ കാണാൻ പോവാം എന്നാണ്. ഫിലിം കാണിക്കുന്ന സ്ഥലത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് രണ്ട് വാക്കുകളാണ്. ഒന്ന് ദ സിനിമ എന്ന് പറയും, അല്ലെങ്കിൽ ദ മൂവീസ് എന്ന് പറയും. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു ഫിലിം കാണാൻ പോവാം. ലെറ്റ്സ് ഗോ ടു ദ മൂവീസ് ഇൻ ദ ആഫ്റ്റർനൂൺ. ലെറ്റ്സ് ഗോ ടു ദ മൂവീസ് അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ ടു ദ സിനിമ ഇൻ ദ ആഫ്റ്റർനൂൺ. അപ്പോൾ എൻ്റെ പാട്ട് ക്ലാസ്സോ? അത് കേൾക്കുന്നയാൾ ചോദിക്കുന്നത്, സിനിമ കാണാൻ പോയാൽ എൻ്റെ പാട്ട് ക്ലാസ്സിന് എന്ത് സംഭവിക്കും? അവരുടെ മ്യൂസിക് ലെസൺ എന്ത് സംഭവിക്കും? വാട്ട് അബൌട്ട് മൈ മ്യൂസിക് ലെസൺ? സിനിമ കാണാൻ പോവുകയാണെങ്കിൽ എൻ്റെ മ്യൂസിക് ലെസണ് എന്ത് സംഭവിക്കും? വാട്ട് അബൌട്ട് മൈ മ്യൂസിക് ക്ലാസ് അല്ലെങ്കിൽ മ്യൂസിക് ലെസൺ? ഇതുപോലുള്ള കോണ്ടെക്സ്റ്റുകളിൽ ഇതേ മീനിങ്ങിൽ വേണം വാട്ട് അബൌട്ട് ഉപയോഗിക്കാൻ. ഹൗ അബൌട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സജഷൻ മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കാനാണ്. വാട്ട് അബൌട്ട് ആ ഒരു മീനിങ്ങിലല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു കാര്യം ചെയ്താൽ മറ്റൊരു കാര്യത്തിന് എന്ത് സംഭവിക്കും? ഒരു കാര്യം ട്രൂ ആണെങ്കിൽ മറ്റൊരു കാര്യം എങ്ങനെയാണ്? അതെല്ലാം പറയുന്നതിന് വേണ്ടിയാണ്. ഇവിടെ അടുത്ത ഒരു ബാങ്ക് ഉണ്ടോ? ഉണ്ടോ എന്ന് കണ്ട ഉടനെ ഹാസും ഹാവും ഉപയോഗിക്കരുത്. ഉണ്ട് എന്ന് പറയാൻ പൊതുവെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ഹാസും ഹാവും തന്നെയാണ്. പക്ഷേ
ഇംഗ്ലീഷിൽ നമ്മൾ പൊതുവെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് ഉണ്ട്, അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ദർ ഈസ് അല്ലെങ്കിൽ ദർ ആർ ഉപയോഗിച്ചാണ്. ദർ ഈസിനും ദർ ആറിനും അർത്ഥം ഉണ്ട് എന്ന് തന്നെയാണ്. ഇവിടെ അടുത്ത ഒരു ബാങ്ക് ഉണ്ടോ? ഈസ് ദർ എ ബാങ്ക് നിയർ ഹിയർ? ഇവിടെ അടുത്ത് നിയർ ഹിയർ. ഈസ് ദർ എ ബാങ്ക് നിയർ ഹിയർ? ഹാസ് അല്ല, ഈസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദർ ഇസ് എ ബാങ്ക് നിയർ ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു ബാങ്ക് ഉണ്ട്, ഉണ്ടോ എന്ന് ചോദിക്കാൻ ഈസ് ദർ ഉപയോഗിക്കുക, ഹാസ് ദർ അല്ല. ഈസ് ദർ എ ബാങ്ക് നിയർ ഹിയർ? നമുക്ക് എങ്ങനെ സ്റ്റേഷനിലെത്താം? ഒരു സ്ഥലത്ത് എത്തുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് അറൈവ് എന്ന വെർബ് ഉപയോഗിക്കാം, റീച്ച് എന്ന വെർബ് ഉപയോഗിക്കാം, ഗെറ്റ് ടു എന്ന വെർബ് ഉപയോഗിക്കാം. ഗെറ്റിന് ശേഷം ടു വേണം. നമുക്ക് എങ്ങനെ സ്റ്റേഷനിലെത്താം? ഹൗ ഡു വി ഗെറ്റ് ടു ദ സ്റ്റേഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹൗ ക്യാൻ വി ഗെറ്റ് ടു ദ സ്റ്റേഷൻ എന്ന് ചോദിക്കാം. ഡൂവിന് പകരം നമുക്ക് ഇവിടെ ക്യാൻ ഉപയോഗിക്കാം. ഹൗ ക്യാൻ വി ഗെറ്റ് ടു ദ സ്റ്റേഷൻ? നമുക്ക് സ്റ്റേഷനിൽ എങ്ങനെ എത്താം? നമുക്കിവിടെ ഗെറ്റ് ടുവിന് പകരം റീച്ച് ഉപയോഗിക്കാം. ഹൗ ക്യാൻ വി റീച്ച് ദ സ്റ്റേഷൻ? എങ്ങനെ സ്റ്റേഷനിലെത്താം? ഹൗ ക്യാൻ വി ഗെറ്റ് ടു ദ സ്റ്റേഷൻ അല്ലെങ്കിൽ ഹൗ ഡു വി റീച്ച് ദ സ്റ്റേഷൻ? ഹൗ ഡു വി ഗെറ്റ് ടു ദ സ്റ്റേഷൻ? നമുക്കൊരു കാര്യം ചെയ്യണം എന്ന് പറയാൻ നമുക്ക് ഐ വോണ്ട് ടു ഉപയോഗിക്കാം. ഒരു കാര്യം ചെയ്യണ്ട എന്ന് പറയാൻ ഐ ഡോണ്ട് വാണ്ട് ടു ഉപയോഗിക്കാം. എനിക്ക് ഇപ്പോൾ പോവണ്ട, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ. എനിക്ക് അവനെ കാണണ്ട, ഐ ഡോണ്ട് വാണ്ട് ടു സീ ഹിം. എനിക്ക് അവനെ കാണണ്ട. ഒരു കാര്യം ചെയ്യണമെന്ന് പറയാൻ ഐ വാണ്ട് ടു ഉപയോഗിക്കുക. ചെയ്യണ്ട എന്ന് പറയാൻ ഐ ഡോണ്ട് വാണ്ട് ടു ഉപയോഗിക്കുക. ചെയ്യരുത് എന്ന് പറയാൻ ഡോണ്ട് ഉപയോഗിക്കുക. ഞാൻ ഏത് ട്രെയിനിനാണ് പോവേണ്ടത്? ഏത് ട്രെയിൻ? വിച്ച് ട്രെയിൻ? അതിനാണ് ഞാൻ പോവേണ്ടത്. വിച്ച് ട്രെയിൻ ഷോൾ ഐ ടേക്ക് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വിച്ച് ട്രെയിൻ ഡു ഐ ടേക്ക് എന്ന് ചോദിക്കാം, ഷുഡ് ഐ ടേക്ക് എന്ന് ചോദിക്കാം. ഇങ്ങനെയെല്ലാം നമുക്ക് ഈ കാര്യം പറയാം. വിച്ച് ട്രെയിൻ ഷുഡ് ഐ ടേക്ക്? ഞാൻ ഏത് ട്രെയിനാണ് പിടിക്കേണ്ടത്, ഏത് ട്രെയിനിനാണ് പോവേണ്ടത്. അല്ലെങ്കിൽ വിച്ച് ട്രെയിൻ ഡു ഐ ടേക്ക്? ഏത് ബസ്സാണ് ടൗൺ സെന്ററിലേക്ക് പോകുന്നത്? വിച്ച് ബസ് ഗോസ് ടു ദ ടൗൺ സെന്റർ? ഏത് ബസ്സാണ് ടൗൺ സെന്ററിലേക്ക് പോകുന്നത്? വിച്ച് ബസ് ഗോസ് ടു ദ ടൗൺ സെന്റർ? ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്? ഏത് പ്ലാറ്റ്ഫോമിലാണ്? ഏത് പ്ലാറ്റ്ഫോം? വിച്ച് പ്ലാറ്റ്ഫോം ഈസ് ദ ട്രെയിൻ ഫോർ ബാംഗ്ലൂർ? വിച്ച് പ്ലാറ്റ്ഫോം ഈസ് ദ ട്രെയിൻ ഫോർ ബാംഗ്ലൂർ? ഇതിന്റെ മുഴുവൻ ഫോം വിച്ച് പ്ലാറ്റ്ഫോം ഈസ് ദ ട്രെയിൻ ഫോർ ബാംഗ്ലൂർ അറൈവിംഗ് ഓൺ ആണ്. അതൊന്നും നമുക്കിവിടെ പറയണ്ട. വിച്ച് പ്ലാറ്റ്ഫോം ഈസ് ദ ട്രെയിൻ ഫോർ ബാംഗ്ലൂർ? ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ്? ഈ വഴിക്കാണോ? ഈസ് ഇറ്റ് ദിസ് വേ? ഈ വഴിക്കാണോ? ഈസ് ഇറ്റ് ദിസ് വേ? അത് വലതുവശത്താണോ? ഈസ് ഇറ്റ് ഓൺ ദ റൈറ്റ്? അല്ലെങ്കിൽ ഈസ് ഇറ്റ് ഓൺ ദ റൈറ്റ് സൈഡ്? ബാങ്ക് വലതുവശത്താണോ? ഈസ് ദ ബാങ്ക് ഓൺ ദ റൈറ്റ്? മലയാളത്തിൽ ബാങ്ക് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ദ ബാങ്ക് എന്ന് വേണം പറയാൻ. ഈസ് ദ ബാങ്ക് ഓൺ ദ റൈറ്റ്? ഇനിയിപ്പോൾ ലെഫ്റ്റിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഈസ് ഇറ്റ് ഓൺ ദ ലെഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ്? ട്രെയിൻ എത്ര മണിക്കാണ് വരുന്നത്? എത്ര മണി എന്ന് ചോദിക്കാൻ വാട്ട് ടൈം ഉപയോഗിക്കുക. എപ്പോൾ എന്ന് ചോദിക്കാൻ വെൻ ഉപയോഗിക്കുക. വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ അറൈവ്? ഇതൊരു ടൈം ടേബിൾഡ് ഇവന്റ് ആണ്. ട്രെയിൻ വരുന്നതും ട്രെയിൻ പോകുന്നതും എല്ലാം ഒരു ടൈം ടേബിളിനെ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഡസ് ഉപയോഗിക്കുന്നത്. വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ അറൈവ്? എത്ര മണിക്കാണ് ട്രെയിൻ വരുന്നത്? എത്ര മണിക്കാണ് ട്രെയിൻ പോകുന്നത്? വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ ലീവ്? ലീവ് എന്ന വെർബിന് പകരം ഡിപ്പാർട്ട് എന്ന വെർബ് ഉപയോഗിക്കാം. വാട്ട് ടൈം ഡസ് ദ ട്രെയിൻ ഡിപ്പാർട്ട്? ട്രെയിൻ എത്ര മണിക്കാണ് പോകുന്നത്? ടൈം ടേബിൾഡ് ഇവന്റ്സ് ആയത് കാരണമാണ് നമ്മളിവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. സാധാരണ എത്ര മണിക്കാണ് ട്രെയിൻ വരാറ്? അതാണ് ഈ ക്വസ്റ്റ്യൻ അർത്ഥം. നമ്മൾ എത്ര മണിക്കാണ് ചെന്നൈയിൽ എത്തുന്നത്? വാട്ട് ടൈം ഡു വി ഗെറ്റ് ടു ചെന്നൈ? വാട്ട് ടൈം ഡു വി ഗെറ്റ് ടു ചെന്നൈ? അല്ലെങ്കിൽ വാട്ട് ടൈം വിൽ വി ഗെറ്റ് ടു ചെന്നൈ? എത്തുക എന്നതിന് നമുക്ക് ഗെറ്റ് ടു എന്ന് പറയാം. ഇവിടെ നമുക്ക് അറൈവ് എന്ന വെർബ് ഉപയോഗിക്കാം. വാട്ട് ടൈം ഡു വി അറൈവ് ഇൻ ചെന്നൈ? അറൈവ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം ഇൻ എന്നൊരു പ്രൊപ്പോസിഷൻ വരുന്നുണ്ട്. സ്ഥലപ്പേരുകൾക്ക് മുന്നിൽ നമ്മൾ അറൈവ് ഇൻ ആണ് പറയാം. ഒരു കെട്ടിടത്തിനെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ സൂചിപ്പിക്കുന്ന വേർഡിന് മുന്നിൽ സ്റ്റേഷൻ, എയർപോർട്ട്, ലൈബ്രറി, ഇതിന്റെ എല്ലാം കൂടെ നമ്മൾ ഉപയോഗിക്കുക അറൈവ് അറ്റ് ആണ്. വാട്ട് ടൈം ഡു വി അറൈവ് അറ്റ് ദ സ്റ്റേഷൻ? സ്റ്റേഷനിൽ നമ്മൾ എത്ര മണിക്കാണ് എത്തുന്നത്? ചെന്നൈ ഒരു സ്ഥലപ്പേരാണ്, അപ്പോൾ നമ്മൾ അവിടെ അറൈവ് ഇൻ എന്നാണ് പറയുന്നത്. വാട്ട് ടൈം ഡു വി അറൈവ് ഇൻ ചെന്നൈ? ചെന്നൈയിൽ നമ്മൾ എത്ര മണിക്കാണ് എത്തുന്നത്? ഇവിടെ നമുക്ക് റീച്ച് എന്ന വെർബ് ഉപയോഗിക്കാം. റീച്ച് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ അവിടെ പ്രിപ്പോസിഷൻ ഇല്ല. വാട്ട് ടൈം ഡു വി റീച്ച് ചെന്നൈ? എത്ര മണിക്ക് നമ്മൾ ചെന്നൈയിൽ എത്തും? ഇവിടെ സിമ്പിൾ ഫ്യൂച്ചറും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡൂവിന് പകരം വിൽ ഉപയോഗിക്കാം. വാട്ട് ടൈം വിൽ ബി റീച്ച് ചെന്നൈ? നമ്മൾ ചെന്നൈയിൽ എത്ര മണിക്ക് എത്തും? ഫ്ലൈറ്റ് എത്ര സമയം എടുക്കും? ഫ്ലൈറ്റിന്റെ വിമാനയാത്രയുടെ ദൈർഘ്യത്തിനെ കുറിച്ചാണ് ചോദ്യം. ഹൗ ലോങ് ഈസ് ദ ഫ്ലൈറ്റ്? അപ്പോൾ എത്ര സമയം എടുക്കും എന്ന് ചോദിക്കാൻ ഹൗ ലോങ് ഉപയോഗിക്കാം. ഹൗ ലോങ് ഈസ് ദ ഫ്ലൈറ്റ്? ഫ്ലൈറ്റ് എത്ര സമയം എടുക്കും? എന്താണ് ഫ്ലൈറ്റിന്റെ ദൈർഘ്യം? ഹൗ ലോങ് ഈസ് ദ ഫ്ലൈറ്റ്?
യാത്ര എത്ര സമയമെടുക്കും? ഹൗ ലോങ് ഈസ് ദ ജേർണി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹൗ ലോങ് ഡസ് ദ ജേർണി ടേക്ക് എന്ന് ചോദിക്കാം. ഹൗ ലോങ് ഡസ് ദ ജേർണി ടേക്ക്. ഇപ്പൊ 2 മണിക്കൂർ എടുക്കുമെന്നാണെങ്കിൽ ദ ജേർണി ടേക്സ് 2 hours, അല്ലെങ്കിൽ ദ ജേർണി വിൽ ടേക്ക് 2 hours. ഇവിടെയെല്ലാം നമുക്ക് സിമ്പിൾ പ്രസന്റിന് പകരം സിമ്പിൾ ഫ്യൂച്ചറും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഹൗ ലോങ് വിൽ ദ ജേർണി ടേക്ക് എന്നും ചോദിക്കാവുന്നതാണ്. ദ ജേർണി വിൽ ടേക്ക് 2 hours. യാത്ര 2 മണിക്കൂർ എടുക്കും, അല്ലെങ്കിൽ ദ ജേർണി ടേക്സ് 2 hours. സിമ്പിൾ പ്രസന്റും ഉപയോഗിക്കാം, സിമ്പിൾ ഫ്യൂച്ചറും ഉപയോഗിക്കാം. അത് ഇവിടെ നിന്നും 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. 5 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിലാണത്. ഇപ്പൊ സ്റ്റേഷൻ 5 മിനിറ്റ് ദൂരെയാണെങ്കിൽ ദ സ്റ്റേഷൻ ഈസ് എ 5 minutes വാക്ക് ഫ്രം ഹിയർ. അത് ഇവിടെ നിന്നും 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ഇറ്റ്സ് എ 5 minutes വാക്ക് ഫ്രം ഹിയർ. 5 minutes വാക്ക് എന്ന് പറയുമ്പോൾ 5 മിനിറ്റിന്റെ നടത്തം, അത്ര ദൂരമേ ഉള്ളൂ. ഇറ്റ്സ് എ 5 minutes വാക്ക് ഫ്രം ഹിയർ. അത് ഇവിടെ നിന്നും 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അങ്ങോട്ട് നടക്കാൻ എത്ര സമയം എടുക്കും? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്. എത്ര സമയം എടുക്കും, ഒരു കാര്യം ചെയ്യാൻ എത്ര സമയം എടുക്കും എന്ന് ചോദിക്കാൻ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് എന്ന ഫ്രേസ് ഉപയോഗിക്കാം. അങ്ങോട്ട് നടക്കാൻ ടു വാക്ക് ദർ. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു വാക്ക് ദർ. അങ്ങോട്ട് നടക്കാൻ എത്ര സമയം എടുക്കും? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു വാക്ക് ദർ. ആ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഫിനിഷ് ദ ജോബ്. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഫിനിഷ് ദ ജോബ്. ഇവിടെയും നമുക്ക് സിമ്പിൾ പ്രസന്റിന് പകരം സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കാം. ഇവിടെ ആദ്യത്തെ സെന്റൻസിൽ ഡസിന് പകരം വില്ല് ഉപയോഗിക്കാം, രണ്ടാമത്തെ സെന്റൻസിൽ വില്ലിന് പകരം ഡസ് ഉപയോഗിക്കാം. ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ സിമ്പിൾ പ്രസന്റ് തന്നെ വേണമെന്നില്ല, സിമ്പിൾ ഫ്യൂച്ചറും നമുക്ക് ഉപയോഗിക്കാം. ആക്ച്വലി മലയാളത്തിൽ പറഞ്ഞിട്ടുള്ളത് എടുക്കും എന്നാണ്. അപ്പൊ അത് കേൾക്കുമ്പോഴേ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ അവിടെ വേണമെന്നാണ് തോന്നുക. സിമ്പിൾ ഫ്യൂച്ചറും നമുക്ക് ഉപയോഗിക്കാം. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഫിനിഷ് ദ ജോബ്. ജോലി പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും, ഒരു കാര്യം ചെയ്യാൻ എത്ര സമയം എടുക്കും അല്ലെങ്കിൽ എടുക്കാറുണ്ട് എന്ന് ചോദിക്കാൻ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഉപയോഗിക്കുക. എത്ര സമയം കൂടുമ്പോഴാണ് ബസ്സുകൾ പോകുന്നത്? ബസ്സിന്റെ ഫ്രീക്വൻസിയെ കുറിച്ചാണ് ചോദ്യം. എത്ര സമയം കൂടുമ്പോൾ ഓരോ ബസ്സുണ്ട്? ഹൗ ഓഫൺ ഡു ദ ബസ്സസ് ഗോ, അല്ലെങ്കിൽ ഹൗ ഓഫൺ ഡു ദ ബസ്സസ് റൺ. ഹൗ ഓഫൺ ഡു ദ ബസ്സസ് ഗോ. 5 മിനിറ്റ് ഒരു ബസ് ഉണ്ടെങ്കിൽ ബസ്സസ് ഗോ എവറി 5 minutes. ബസ്സസ് ഗോ എവറി 5 minutes. ഒരു ടാക്സി വാടകയ്ക്ക് എടുക്കാൻ എന്ത് ചെലവ് വരും? ഒരു കാര്യം ചെയ്യാൻ എത്ര സമയം എടുക്കും എന്ന് പറയാൻ നമ്മൾ ഉപയോഗിച്ച ഫ്രേസ് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ആയിരുന്നു. ഇനി ഒരു കാര്യം ചെയ്യാൻ എന്ത് ചിലവ് വരും എന്ന് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസ് ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് ആണ്. ടേക്ക് അല്ല, കോസ്റ്റ് ആണ്. ചിലവിനെ കുറിച്ച് പറയുമ്പോൾ കോസ്റ്റ്. ഒരു ടാക്സി വാടകയ്ക്ക് എടുക്കാൻ എന്ത് ചിലവ് വരും? വാടകയ്ക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഹയർ എ ടാക്സി എന്ന് പറയാം, അല്ലെങ്കിൽ റെന്റ് എ ടാക്സി എന്ന് പറയാം. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് ടു ഹയർ എ ടാക്സി. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് ടു ഹയർ എ ടാക്സി, അല്ലെങ്കിൽ ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് ടു റെന്റ് എ ടാക്സി. ഒരു ടാക്സി റെന്റ് ചെയ്യാൻ നമുക്ക് എത്ര പൈസയാവും, എന്ത് ചിലവ് വരും? ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്. ഒരു റിട്ടേൺ ടിക്കറ്റിന് എത്രയാവും? റിട്ടേൺ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും പോകുന്നുണ്ട്, തിരിച്ച് ഇങ്ങോട്ടും വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ വില ചോദിക്കാൻ നമുക്ക് ഹൗ മച്ച് എന്ന ഫ്രേസ് ഉപയോഗിക്കാം. ഹൗ മച്ച് ഈസ് എ റിട്ടേൺ ടിക്കറ്റ്. ഹൗ മച്ച് ഈസ് എ റിട്ടേൺ ടിക്കറ്റ്. ഇനിയിപ്പോൾ സിംഗിൾ ടിക്കറ്റ് മതിയെങ്കിൽ, അതായത് അങ്ങോട്ട് പോയാൽ മതി, തിരിച്ച് ഇങ്ങോട്ട് പോരുന്നതിനുള്ള ടിക്കറ്റ് എടുക്കുന്നില്ല എന്ന് കരുതാം. അത്തരം ടിക്കറ്റിനാണ് നമ്മൾ സിംഗിൾ ടിക്കറ്റ് എന്ന് പറയുന്നത്. ഹൗ മച്ച് ഈസ് എ സിംഗിൾ ടിക്കറ്റ്. റിട്ടേൺ ഇല്ല, അങ്ങോട്ട് മാത്രം. ഹൗ മച്ച് ഈസ് എ സിംഗിൾ ടിക്കറ്റ്. അപ്പോൾ ഒന്നിന്റെ വില എന്താവും എന്ന് ചോദിക്കാൻ, എത്ര പൈസയാവും എന്ന് ചോദിക്കാൻ ഹൗ മച്ച് ഉപയോഗിക്കാം. ഞാൻ എൻ്റെ ബാഗുകൾ ഇവിടെ വെക്കട്ടെ. ക്യാൻ ഐ ലീവ് മൈ ബാഗ്സ് ഹിയർ. ക്യാൻ ഐ ലീവ് മൈ ബാഗ്സ് ഹിയർ. ലീവ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മളൊരു സാധനം വെച്ചിട്ട് പോവുക എന്നർത്ഥമാണ്. നമ്മൾ പിന്നെ അവിടെ നിൽക്കണമെന്നില്ല. നമ്മളവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ ലീവ് എന്നല്ല പറയാ. ക്യാൻ ഐ ലീവ് മൈ ബാഗ്സ് ഹിയർ. എൻ്റെ ബാഗുകൾ ഞാൻ ഇവിടെ വച്ചിട്ട് പോവട്ടെ, അതാണ് ചോദ്യം. ക്യാൻ ഐ ലീവ് മൈ ബാഗ്സ് ഹിയർ. എനിക്ക് കാർഡ് ഉപയോഗിച്ച് പണം അടയ്ക്കാൻ കഴിയുമോ? ക്യാൻ ഐ പേ ബൈ ക്രെഡിറ്റ് കാർഡ്. നമ്മൾ കാർഡ് ഉപയോഗിച്ച്, ചെക്ക് ഉപയോഗിച്ച്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഉപയോഗിച്ച്, UPI ഉപയോഗിച്ചെല്ലാം പൈസ അടയ്ക്കുന്നതിനെ കുറിച്ച്, പേ ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ബൈ ആണ്. ക്യാൻ ഐ പേ ബൈ കാർഡ്. ക്യാൻ ഐ പേ ബൈ ചെക്ക്. നിങ്ങൾക്ക് എന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? ക്യാൻ യു ടേക്ക് മീ ടു ദ റെയിൽവേ സ്റ്റേഷൻ. ക്യാൻ യു ടേക്ക് മീ ടു ഹോസ്പിറ്റൽ. എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? ക്യാൻ യു ടേക്ക് മീ ടു ദ ഡോക്ടർ. എന്നെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ? ടേക്ക് എന്ന് പറയുമ്പോൾ കൊണ്ടുപോവുക, ബ്രിങ് എന്ന് പറയുമ്പോൾ കൊണ്ടുവരിക. നിങ്ങൾക്ക് തനിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടു ട്രാവൽ അലോൺ, അല്ലെങ്കിൽ ഡു യു ലൈക്ക് ട്രാവലിംഗ് അലോൺ. ലൈക്കിന് ശേഷം നമുക്ക് ING ഫോം ഉപയോഗിക്കാം, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ഏകദേശം ഒരേ മീനിങ്ങിൽ തന്നെ.
ഡു യു ലൈക്ക് ട്രാവലിംഗ് എലോൺ അല്ലെങ്കിൽ ഡു യു ലൈക്ക് ടു ട്രാവൽ എലോൺ? നിങ്ങൾക്ക് തനിച്ച് താമസിക്കാൻ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടു ലിവ് എലോൺ അല്ലെങ്കിൽ ഡു യു ലൈക്ക് ലിവിങ് എലോൺ? ഞാൻ ചിലവ് കുറഞ്ഞൊരു താമസ സ്ഥലമാണ് അന്വേഷിക്കുന്നത്. താമസ സ്ഥലം അല്ലെങ്കിൽ താമസ സൗകര്യം, അതിന് നമുക്ക് അക്കോമഡേഷൻ എന്ന നൗൺ ഉപയോഗിക്കാം. അത് പൊതുവെ അൺകൗണ്ടബിൾ ആണ് ഇംഗ്ലീഷിൽ. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ, അമേരിക്കൻ ഇംഗ്ലീഷിൽ അക്കോമഡേഷൻസ് എന്നൊരു പ്ലൂറൽ ഫോം ഉണ്ട്. പക്ഷെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അക്കോമഡേഷൻ സിംഗുലർ ആയാണ് യൂസ് ചെയ്യുന്നത്. ചിലവ് കുറഞ്ഞ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ചീപ്പ് അക്കോമഡേഷൻ അല്ലെങ്കിൽ ഇൻഎക്സ്പെൻസീവ് അക്കോമഡേഷൻ. ഐ എം ലുക്കിംഗ് ഫോർ ചീപ്പ് അക്കോമഡേഷൻ. ഐ എം ലുക്കിംഗ് ഫോർ ചീപ്പ് അക്കോമഡേഷൻ. ഇവിടെ നമ്മൾ ഐ എം ലുക്കിംഗ് ഫോർ എ ചീപ്പ് അക്കോമഡേഷൻ എന്ന് പറയുന്നില്ല. കാരണം ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ അക്കോമഡേഷൻ അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ ആയത് കാരണം തന്നെ നമ്മൾ അതിൻ്റെ കൂടെ എ ഉപയോഗിക്കുന്നുമില്ല. ഐ എം ലുക്കിംഗ് ഫോർ ചീപ്പ് അക്കോമഡേഷൻ. ചിലവ് കുറഞ്ഞൊരു താമസ സൗകര്യമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഞാനൊരു വാടക വീട് അന്വേഷിക്കുകയാണ്. നമ്മളൊരു കാര്യം അന്വേഷിക്കുകയാണ്, തിരയുകയാണ്, കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എന്നെല്ലാം പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് ലുക്ക് ഫോർ. സെർച്ച് ഫോർ വേണമെങ്കിൽ ഉപയോഗിക്കാം. സെർച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം ഫോർ നിർബന്ധമായി ഉപയോഗിക്കണം. അത് പലരും ഉപയോഗിക്കാറില്ല. ഞാനൊരു വാടക വീട് അന്വേഷിക്കുകയാണ്. ഐ എം ലുക്കിംഗ് ഫോർ എ റെന്റൽ ഹൗസ് അല്ലെങ്കിൽ ഐ എം ലുക്കിംഗ് ഫോർ എ ഹൗസ് ടു റെന്റ്. ഐ എം ലുക്കിംഗ് ഫോർ എ ഹൗസ് ടു റെന്റ്. വാടകയ്ക്ക് എടുക്കാവുന്ന ഒരു വീട് അന്വേഷിക്കുകയാണ്. ഇവിടെ നമുക്ക് ഐ ആം സെർച്ചിങ് ഫോർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കൂടുതൽ കോമൺലി നേറ്റീവ് സ്പീക്കേഴ്സ് ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യുന്ന വെർബ് ലുക്ക് ഫോർ ആണ്. ഐ എം ലുക്കിംഗ് ഫോർ എ ഹൗസ് ടു റെന്റ്. വാടകയ്ക്ക് എടുക്കാനുള്ളൊരു വീട് ഞാൻ അന്വേഷിക്കുകയാണ്. എനിക്കൊരു വീട് വാടകയ്ക്ക് എടുക്കണം. ഐ വോണ്ട് ടു റെന്റ് എ ഹൗസ്. ഐ വോണ്ട് ടു റെന്റ് എ ഹൗസ്. എനിക്കൊരു കാര്യം ചെയ്യണം എന്ന് പറയാൻ ഐ വാണ്ട് ടു ഉപയോഗിക്കുക. ചെയ്യണ്ട എന്ന് പറയാൻ ഐ ഡോണ്ട് വാണ്ട് ടു ഉപയോഗിക്കുക. ഈ ട്രൗസേഴ്സ് എനിക്ക് പാകമല്ല. ട്രൗസേഴ്സ്, ജീൻസ്, പാൻസ് ഈക്വലായ രണ്ട് പാർട്സ് ഉള്ള ക്ലോത്ത്സ് ആണ് ഇതെല്ലാം. ഇംഗ്ലീഷിൽ ഇതെല്ലാം ഇപ്പോഴും പ്ലൂറൽ ഫോമിൽ വേണം യൂസ് ചെയ്യാൻ. ട്രൗസർ എന്നോ പാൻറ് എന്നോ പറയരുത്. നമ്മൾ അങ്ങനെ പറയാറുണ്ട്, പക്ഷെ അത് തെറ്റാണ്. അതുപോലെ തന്നെ ഈ നൗൺസിന് ശേഷം ഉപയോഗിക്കുന്ന വെർബും എല്ലായ്പ്പോഴും പ്ലൂറലിലായിരിക്കണം. ഈ ട്രൗസേഴ്സ് എനിക്ക് പാകമല്ല. ഈ ട്രൗസർ എനിക്ക് പാകമല്ല എന്നല്ല പറയേണ്ടത്. ഈ ട്രൗസേഴ്സ്, ദീസ് ട്രൗസേഴ്സ് ഡോണ്ട് ഫിറ്റ് മീ. നമ്മൾ പിന്നെ ഉപയോഗിച്ച വെർബും പ്ലൂറലാണ്. ഡോണ്ട് ഒരു പ്ലൂറൽ വെർബാണ്. ദിസ് ട്രൗസർ ഡസൻ ഫിറ്റ് മീ അല്ല, ദീസ് ട്രൗസേഴ്സ് ഡോണ്ട് ഫിറ്റ് മീ. ഈ ഷർട്ട് എനിക്ക് പാകമാണ്. പാകമാണ് എന്ന് പറയാൻ ഫിറ്റ് എന്ന വെർബ് ഉപയോഗിക്കുക. ദിസ് ഷർട്ട് ഫിറ്റ്സ് മീ. ഈ ഷർട്ട് എനിക്ക് പാകമാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഷർട്ട് സിംഗുലർ ആയത് കാരണമാണ് പിന്നെ നമ്മൾ അതിനുശേഷം ഫിറ്റ്സ് എന്ന സിംഗുലർ വെർബ് ഉപയോഗിച്ചത്. അതേപോലെ ഷർട്ടിന്റെ കൂടെ നമ്മൾ ഉപയോഗിച്ച ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് അത് ദിസ് ആണ്. സിംഗുലർ നൗൺസിന്റെ കൂടെ ദിസും ദാറ്റും ഉപയോഗിക്കുക. പ്ലൂറൽ നൗൺസിന്റെ കൂടെ ദീസും ദോസും ഉപയോഗിക്കുക. ട്രൗസേഴ്സ് പ്ലൂറൽ എക്സ്പ്രഷൻ ആണ്. നമ്മൾ പറയുന്നത് രണ്ട് ട്രൗസേഴ്സിനെ കുറിച്ചല്ല, ഒരു പെയർ ഓഫ് ട്രൗസേഴ്സിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. രണ്ടെണ്ണമില്ല, പക്ഷെ അതിന് രണ്ട് കാലുണ്ട്. ഇതുപോലത്തെ എക്സ്പ്രഷൻസ് ഇംഗ്ലീഷിൽ എപ്പോഴും പ്ലൂറലാണ്. അതുപോലെ തന്നെ സിസേഴ്സ്, കത്രിക. മലയാളത്തിൽ കത്രിക സിംഗുലർ ആണ്. ഇംഗ്ലീഷിൽ സിസേഴ്സ് പ്ലൂറൽ നൗൺ ആണ്. സിസർ എന്ന് പറയരുത്. ദീസ് ട്രൗസേഴ്സ് ഡോണ്ട് ഫിറ്റ് മീ. ഈ ട്രൗസേഴ്സ് എനിക്ക് പാകമല്ല. ദിസ് ഷർട്ട് ഫിറ്റ്സ് മീ. ഈ ഷർട്ട് എനിക്ക് പാകമാണ്. പാകമാണ് റൈറ്റ് സൈസ് ആണ് എന്ന് പറയാൻ ഫിറ്റ് എന്ന വെർബ് ഉപയോഗിക്കുക. പാകമല്ല എന്ന് പറയാൻ ഡസൻ ഫിറ്റ് അല്ലെങ്കിൽ ഡോണ്ട് ഫിറ്റ് എന്ന വെർബ് ഉപയോഗിക്കുക. ഞാനൊരു ടീച്ചറായി ജോലി ചെയ്യുന്നു. നമ്മൾ എങ്ങനെ ജോലി ചെയ്യുന്നു? എന്തായി ജോലി ചെയ്യുന്നു? നമ്മുടെ റോൾ എന്താണ്? അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് ആസ് എന്ന വേർഡ് യൂസ് ചെയ്യാം. ഞാനൊരു ടീച്ചറായി ജോലി ചെയ്യുന്നു. ഐ വർക്ക് ആസ് എ ടീച്ചർ. ലൈക്ക് അല്ല, ഐ വർക്ക് ആസ് എ ടീച്ചർ. ഞാനൊരു ടീച്ചറായി ജോലി ചെയ്യുന്നു. അവൾ ഒരു നേഴ്സായി ജോലി ചെയ്യുന്നു. ഷീ വർക്ക്സ് ആസ് എ നേഴ്സ്. അവൾ ഒരു നേഴ്സായി ജോലി ചെയ്യുന്നു. ഞാനൊരു ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ഐ വർക്ക് ഫോർ എൻ ഇൻഷുറൻസ് കമ്പനി. ഐ വർക്ക് ഫോർ എൻ ഇൻഷുറൻസ് കമ്പനി. വേണ്ടി എന്ന് പറയുമ്പോൾ ഫോർ. ഞാനൊരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു. ഐ വർക്ക് ഇൻ എ ഫാക്ടറി അല്ലെങ്കിൽ അറ്റ് എ ഫാക്ടറി. ഐ വർക്ക് ഇൻ എ ഫാക്ടറി അല്ലെങ്കിൽ അറ്റ് എ ഫാക്ടറി. ഐ വർക്ക് ആസ് എ ടീച്ചർ. ഐ വർക്ക് ആസ് എ ട്രാൻസ്ലേറ്റർ. ഞാനൊരു ട്രാൻസ്ലേറ്ററായി ജോലി ചെയ്യുന്നു. ഷീ വർക്ക്സ് ആസ് എ നേഴ്സ്. ഹി വർക്ക്സ് ആസ് എൻ അക്കൗണ്ടന്റ്. അയാളൊരു അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നു. എന്തായാണ് അവർ ജോലി ചെയ്യുന്നത്? അവരുടെ റോൾ എന്താണ് എന്ന് പറയാൻ നമുക്ക് ആസ് എന്ന വേർഡ് യൂസ് ചെയ്യാം. ലൈക്ക് അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, ആസ് എന്ന വേർഡാണ് ഉപയോഗിക്കുന്നത്. ലൈക്ക് എന്ന് പറയുമ്പോൾ പോലെ, ആസ് എന്ന് പറയുമ്പോൾ ആയി. അവൾ ഒരു ടീച്ചറായി ജോലി ചെയ്യുന്നു. ഒരു ടീച്ചറെ പോലെ ജോലി ചെയ്യുന്നു എന്നല്ല. ഐ വർക്ക് ലൈക്ക് എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഞാനൊരു ടീച്ചറെ പോലെ ജോലി ചെയ്യുന്നു എന്നർത്ഥം വരും. ഐ വർക്ക് ആസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഞാനൊരു ടീച്ചറായി ജോലി ചെയ്യുന്നു എന്നർത്ഥം വരും. ഈ ഹെയർ സ്റ്റൈൽ നിനക്ക് ചേരുന്നില്ല. പാകമല്ല എന്ന് പറയാൻ നമ്മൾ ഫിറ്റ് എന്ന വെർബാണ് ഉപയോഗിച്ചത്. നമുക്കത് ചേരുന്നുണ്ട് അല്ലെങ്കിൽ ചേരുന്നില്ല എന്ന് പറയാൻ നമുക്ക് സൂട്ട് എന്ന വെർബ് ഉപയോഗിക്കാം. ദിസ് ഹെയർ സ്റ്റൈൽ ഡസൻ സൂട്ട് യു. ഈ ഹെയർ സ്റ്റൈൽ നിനക്ക് ചേരുന്നില്ല. ദിസ് ഹെയർ സ്റ്റൈൽ ഡസൻ സൂട്ട് യു.
ചേരുന്നുണ്ടെങ്കിൽ ദിസ് ഹെയർ സ്റ്റൈൽ സൂട്ട്സ് യു. നിങ്ങൾക്ക് ഒരു കാർ ഉണ്ടോ? ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഡു യു ഹാവ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ഒരു കാർ ഉണ്ടോ? ഡു യു ഹാവ് എ കാർ, അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എ കാർ. അവനൊരു ജോലിയുണ്ടോ? ഡസ് ഹി ഹാവ് എ ജോബ്, അതല്ലെങ്കിൽ ഹാസ് ഹി ഗോട്ട് എ ജോബ്. അവനൊരു ജോലിയുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന അർത്ഥത്തിൽ നമുക്ക് ഡു യു ഹാവ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് ഉപയോഗിക്കാം. ഞാൻ ഒരാഴ്ച ഇവിടെ ഉണ്ടാവും. ഐ വിൽ ബി ഹിയർ ഫോർ എ വീക്ക്. ഞാൻ ഒരാഴ്ച ഇവിടെ ഉണ്ടാവും. ഐ വിൽ ബി ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടാവും ഒരാഴ്ച, ഫോർ എ വീക്ക്. ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഞാൻ ഒരു കാര്യം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, പരാതിയുണ്ടോ, എതിർപ്പുണ്ടോ, വിരോധമുണ്ടോ? ഇതെല്ലാം ചോദിക്കാൻ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസാണ് ഡു യു മൈൻഡ്. ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ. ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാതിയുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ. ഡു യു മൈൻഡ് ഇഫ് ഐ ലീവ് മൈ ബാഗ്സ് ഹിയർ. ഞാൻ ഇവിടെ എൻ്റെ ബാഗുകൾ വെച്ചിട്ട് പോകുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ. ഞാൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇവിടെ നമുക്ക് ഡു യു മൈൻഡിന് പകരം വുഡ് യു മൈൻഡ് ഉപയോഗിക്കാം. വുഡ് യു മൈൻഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ ഈഫ് ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് അല്ല, സിമ്പിൾ പാസ്റ്റ് ആണ്. വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ. വുഡ് യു മൈൻഡ് ഇഫ് ഐ ലെഫ്റ്റ് മൈ ബാഗ് ഹിയർ. വുഡ് യു മൈൻഡ് ഇഫ് ഐ യൂസ്ഡ് യുവർ കമ്പ്യൂട്ടർ. ഞാൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? എൻ്റെ റൂമിൽ നല്ല തണുപ്പാണ്. ഇറ്റ് ഈസ് വെരി കോൾഡ് ഇൻ മൈ റൂം. നല്ല ചൂടാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഹോട്ട് ഇൻ മൈ റൂം. ഇറ്റ് ഈസ് വെരി കോൾഡ് ഇൻ മൈ റൂം. നിന്റെ ഷർട്ടിൽ ഒരു കറയുണ്ട്. ഷർട്ടിൽ കറയുണ്ട് എന്ന് പറയാൻ ഷർട്ടിന് കറയുണ്ട് എന്ന അർത്ഥത്തിൽ പറയരുത്. ദ ഷർട്ട് ഹാസ് എ സ്റ്റെയിൻ അല്ല, ദർ ഇസ് എ സ്റ്റെയിൻ ഓൺ യുവർ ഷർട്ട്. ദർ ഇസ് എ സ്റ്റെയിൻ ഓൺ യുവർ ഷർട്ട്. ദർ ഇസ് എ ഹോൾ ഇൻ മൈ പോക്കറ്റ്. എൻ്റെ പോക്കറ്റിൽ ഒരു സുഷിരമുണ്ട്, ഒരു തുളയുണ്ട്. ദർ ഇസ് എ ഹോൾ ഇൻ മൈ പോക്കറ്റ്. ദർ ഇസ് എ സ്റ്റെയിൻ ഓൺ യുവർ ഷർട്ട്. ഒരിടത്ത് ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഉണ്ട് എന്ന് പറയാൻ നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ദർ ഈസ് അല്ലെങ്കിൽ ദർ ആർ ആണ്. ഈ റൂം വേണ്ടത്ര വലുതല്ല. വേണ്ടത്ര സഫിഷ്യൻസി, പാകത്തിനുണ്ട് എന്ന് പറയാൻ നമുക്ക് ഇനഫ് എന്ന അഡ്വർബ് യൂസ് ചെയ്യാം. ഈ റൂം വേണ്ടത്ര വലുതല്ല. ദിസ് റൂം ഈസ് ഇൻ ബിഗ് ഇനഫ്. ബിഗ് ഇനഫ് എന്ന് പറയുമ്പോൾ വേണ്ടത്ര വലുത്. ലാർജ് ഇനഫ്, സ്പേഷ്യസ് ഇനഫ്. ദിസ് റൂം ഈസ് ഇൻ ബിഗ് ഇനഫ്, അല്ലെങ്കിൽ ദിസ് റൂം ഈസ് ഇൻ ലാർജ് ഇനഫ്. അതും അല്ലെങ്കിൽ ദിസ് റൂം ഈസ് ഇൻ സ്പേഷ്യസ് ഇനഫ്. സ്പേഷ്യസ് ഇനഫ് എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് വലിപ്പമുണ്ട് എന്നർത്ഥം. ദിസ് റൂം ഈസ് ഇൻ ബിഗ് ഇനഫ്. അവന് വേണ്ടത്ര ഉയരമില്ല. ഹി ഈസ് നോട്ട് ടോൾ ഇനഫ്. അവന് വേണ്ടത്ര ഉയരമില്ല. ഹി ഈസ് നോട്ട് ടോൾ ഇനഫ്. വി ആർ നോട്ട് റിച്ച് ഇനഫ്. നമ്മൾ വേണ്ടത്ര സമ്പന്നരല്ല. അതായത് ഒരു കാര്യം ചെയ്യാൻ മാത്രം ആവശ്യമായ സാമ്പത്തിക സ്ഥിതി നമുക്കില്ല. വി ആർ നോട്ട് റിച്ച് ഇനഫ്. ഇനഫ് അഡ്വർബായി വരുമ്പോൾ എപ്പോഴും അത് അഡ്ജക്റ്റീവ്സിന് ശേഷമാണ് വരിക. നമ്മൾ ഇനഫ് ബിഗ് എന്ന് പറയില്ല, ബിഗ് ഇനഫ് എന്ന് വേണം പറയാൻ. പക്ഷെ നൗൺസിന് മുന്നിലാണ് നമ്മൾ ഇനഫ് ഉപയോഗിക്കുക. ദർ ആർ ഇനഫ് ചെയേഴ്സ്. വേണ്ടത്ര കസേരകളുണ്ട്. ചെയേഴ്സ് പ്ലൂറൽ നൗൺ ആണ്. അതിൻ്റെ മുന്നിലാണ് നമ്മൾ ഇനഫ് ഉപയോഗിച്ചത്. ബിഗ്, ലാർജ്, സ്പേഷ്യസ്, ടോൾ, റിച്ച് ഇതെല്ലാം അഡ്ജക്റ്റീവ്സ് ആണ്. അതിന് ശേഷമാണ് ഇനഫ് വരിക. ദിസ് നൈഫ് ഈസ് ഇൻ ഷാർപ്പ് ഇനഫ്. ഈ കത്തിക്ക് വേണ്ടത്ര മൂർച്ചയില്ല. ഷാർപ്പ് എന്ന് പറയുമ്പോൾ മൂർച്ചയുള്ളത്. ദിസ് നൈഫ് ഈസ് ഇൻ ഷാർപ്പ് ഇനഫ്. ഈ കത്തിക്ക് വേണ്ടത്ര മൂർച്ചയില്ല. നിലത്ത് എല്ലായിടത്തും അഴുക്കുണ്ട്. അഴുക്കുണ്ട്. ദർ ഈസ് ഡർട്ട്. നിലത്തെ എല്ലായിടത്തും, ഓൾ ഓവർ ദ ഫ്ലോർ. ദർ ഈസ് ഡർട്ട് ഓൺ ദ ഫ്ലോർ എന്ന് പറയുമ്പോൾ നിലത്ത് അഴുക്കുണ്ട്. നിലത്തെ എല്ലായിടത്തും അഴുക്കുണ്ട് എന്ന് പറയുമ്പോൾ ദർ ഈസ് ഡർട്ട് ഓൾ ഓവർ ദ ഫ്ലോർ. ദർ ഈസ് ഡർട്ട് ഓൾ ഓവർ ദ ഫ്ലോർ. ഞാൻ എൻ്റെ ജോലിയിൽ ഹാപ്പി അല്ല, സാറ്റിസ്ഫൈഡ് അല്ല. ഐ എം നോട്ട് ഹാപ്പി വിത്ത് മൈ ജോബ്, അല്ലെങ്കിൽ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ജോബ്. സാറ്റിസ്ഫൈഡ് ആയാലും ഹാപ്പി ആയാലും അതിനുശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ വിത്ത് ആണ്. ഐ എം നോട്ട് ഹാപ്പി വിത്ത് മൈ ജോബ്. നിങ്ങൾ എങ്ങനെയാണ് പണം അടയ്ക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഹൗ വുഡ് യു ലൈക്ക് ടു പേ? ഹൗ ഡു യു വാണ്ട് ടു പേ എന്നും ചോദിക്കാം. ഹൗ വുഡ് യു ലൈക്ക് ടു പേ? ഹൗ ഡു യു വാണ്ട് ടു പേ ഡയറക്റ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് പൊളൈറ്റ് അല്ല എന്നല്ല, പക്ഷെ കൂടുതൽ പൊളൈറ്റ് ഹൗ വുഡ് യു ലൈക്ക് എന്ന എക്സ്പ്രഷൻ ആണ്. ഹൗ വുഡ് യു ലൈക്ക് ടു പേ? ഞാൻ കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാം. ഐ വിൽ പേ ബൈ കാർഡ്. ഐ വിൽ പേ ബൈ കാർഡ്. ഞാൻ ക്യാഷ് നൽകാം. നമ്മൾ പൈസ എണ്ണി നൽകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഐ വിൽ പേ ക്യാഷ്, അല്ലെങ്കിൽ ഐ വിൽ പേ ഇൻ ക്യാഷ്. ഇന്ന അവിടെ നിർബന്ധമൊന്നുമില്ല. കാർഡ് ഉപയോഗിച്ച് ചെക്ക് ഉപയോഗിച്ചൊക്കെയാണ് പേ ചെയ്യുന്നതെങ്കിൽ ബൈ കാർഡ് ബൈ ചെക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ ക്യാഷ് ആണ് കൊടുക്കുന്നതെങ്കിൽ, പൈസയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഐ വിൽ പേ ക്യാഷ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വിൽ പേ ഇൻ ക്യാഷ് എന്ന് പറയാം. നമ്മൾ എവിടെ വെച്ച് കണ്ടുമുട്ടും?
മറ്റേയാളിന്റെ അഭിപ്രായം കൂടി അറിയുന്നതിന് വേണ്ടിയുള്ള ചോദ്യമാണ്. വേർ ഷോൾ വി മീറ്റ്, വേർ ക്യാൻ വി മീറ്റ് എന്ന് ചോദിക്കാം, വേർ വിൽ വി മീറ്റ് എന്നും വേണമെങ്കിൽ ചോദിക്കാം. വേർ ഷോൾ വി മീറ്റ്, നമ്മൾ എത്ര മണിക്ക് കണ്ടുമുട്ടും? വാട്ട് ടൈം ഷോൾ വി മീറ്റ്, വാട്ട് ടൈം ഷോൾ വി മീറ്റ്. ടിക്കറ്റ്സ് നേരത്തെ ബുക്ക് ചെയ്യുന്നത് കൂടുതൽ നല്ലതാണോ? ഒരു കാര്യം കൂടുതൽ നല്ലതാണോ എന്ന് ചോദിക്കാൻ നമുക്ക് ഈസ് ഇറ്റ് ബെറ്റർ എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. അതിനുശേഷം വരെ ടു ഇൻഫിനിറ്റീവ് ആണ്. ഈസ് ഇറ്റ് ബെറ്റർ ടു ബുക്ക് ടിക്കറ്റ്സ് ഏർലി, ഈസ് ഇറ്റ് ബെറ്റർ ടു ബുക്ക് ടിക്കറ്റ്സ് ഏർലി. ടിക്കറ്റ്സ് നേരത്തെ ബുക്ക് ചെയ്യുന്നത് നല്ലതാണോ, കൂടുതൽ നല്ലതാണോ? ഈസ് ഇറ്റ് ബെറ്റർ. ഈസ് ഇറ്റ് ബെറ്റർ ടു ടേക്ക് ദ മോർണിംഗ് ട്രെയിൻ, രാവിലത്തെ ട്രെയിനിന് പോകുന്നത് കൂടുതൽ നല്ലതാണോ? ഈസ് ഇറ്റ് ബെറ്റർ ടു ടേക്ക് ദ മോർണിംഗ് ട്രെയിൻ. ഒരു കുപ്പി വെള്ളത്തിന് എത്രയാവും, എന്ത് വിലയാവും? ഒരു സാധനത്തിന് എന്ത് വിലയാവും എന്ന് ചോദിക്കാൻ നമുക്ക് ഹൗ മച്ച് ഉപയോഗിക്കാം. ഒരു കുപ്പി വെള്ളം എന്ന് പറയുമ്പോൾ എ ബോട്ടിൽ ഓഫ് വാട്ടർ. ഹൗ മച്ച് ഈസ് എ ബോട്ടിൽ ഓഫ് വാട്ടർ, ഒരു കുപ്പി വെള്ളത്തിന് എന്ത് വിലയാവും? ഹൗ മച്ച് ഈസ് എ കിലോ ഓഫ് ആപ്പിൾസ്, ഒരു കിലോ ആപ്പിളിന് എന്ത് വിലയാവും? ഹൗ മച്ച് ആർ ദീസ് വേസസ്, ഈ വേസുകൾക്ക് എന്ത് വിലയാവും? വേസസ് പ്ലൂറൽ നൗൺ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഹൗ മച്ച് ആർ ദീസ് എന്ന് പറഞ്ഞത്. എ ബോട്ടിൽ ഓഫ് വാട്ടർ ഒരു സിംഗുലർ നൗൺ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഈസ് എന്ന് പറഞ്ഞത്. അവിടെ ആപ്പിൾസ് പ്ലൂറൽ ആണ്, പക്ഷെ എ കിലോ ഓഫ് ആപ്പിൾസ് എന്ന എക്സ്പ്രഷൻ സിംഗുലർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഹൗ മച്ച് ഈസ് എ കിലോ ഓഫ് ആപ്പിൾസ് എന്ന് ചോദിച്ചത്. വേസസ് പ്ലൂറൽ നൗൺ ആണ്, അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന വെർബ് ഈസ് അല്ല, ആറാണ്. ഹൗ മച്ച് ആർ ദീസ് വേസസ്. ഈ വിഭവത്തിൽ എന്താണുള്ളത്? വിഭവം ഭക്ഷണ പദാർത്ഥം, അതിന് നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാവുന്ന നൗൺ ആണ് ഡിഷ്. ഈ വിഭവത്തിൽ എന്താണുള്ളത്? അതിന്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് ചോദ്യം. വാട്ട് ഈസ് ഇൻ ദിസ് ഡിഷ്, വാട്ട് ഈസ് ഇൻ ദിസ് ഡിഷ്. ഈ വിഭവത്തിൽ, ഈ ഭക്ഷണ പദാർത്ഥത്തിൽ എന്താണുള്ളത്? വാട്ട് ഈസ് ഇൻ ദിസ് ഡിഷ്. ഈ ഡെസേർട്ടിൽ പാലുണ്ടോ? ഈസ് ദർ എനി മിൽക്ക്, എന്തെങ്കിലും പാൽ എന്തെങ്കിലും ഉണ്ടോ? ഈസ് ദർ എനി മിൽക്ക് ഇൻ ദിസ് ഡെസേർട്ട്, ഈസ് ദർ എനി മിൽക്ക് ഇൻ ദിസ് ഡെസേർട്ട്. ഈ വിഭവത്തിൽ നട്ട്സ് വല്ലതും ഉണ്ടോ? ആർ ദർ എനി നട്ട്സ് ഇൻ ദിസ് ഡിഷ്, ആർ ദർ എനി നട്ട്സ്. ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ ഈസ് ദർ ഉപയോഗിച്ചത്, കാരണം മിൽക്ക് സിംഗുലർ നൗൺ ആണ്. സിംഗുലർ നൗണായ മിൽക്കിന് മുന്നിൽ നമ്മൾ ആർ ദർ അല്ല ഈസ് ദർ എന്ന സിംഗുലർ എക്സ്പ്രഷൻ ആണ് ഉപയോഗിക്കുക. രണ്ടാമത്തെ സെന്റൻസിൽ നട്ട്സ് പ്ലൂറൽ നൗൺ ആണ്, അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ ഈസ് ദർ ഉപയോഗിക്കാതെ ആർ ദർ ഉപയോഗിക്കുന്നത്. ദറിന് ശേഷം വരുന്ന നൗണ് പ്ലൂറൽ ആണെങ്കിൽ ദറിന് ശേഷം നമ്മൾ ആർ ഉപയോഗിക്കണം, അല്ലെങ്കിൽ വേർ ഉപയോഗിക്കണം. ദറിന് ശേഷം വരുന്ന നൗൺ സിംഗുലർ ആണെങ്കിൽ ദറിന് ശേഷം നമ്മൾ ഈസ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ വാസ് ഉപയോഗിക്കണം. ഈസ് ദർ എനി മിൽക്ക് ഇൻ ദിസ് ഡെസേർട്ട്. ഇവിടെ എനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വല്ലതും ഉണ്ടോ, ഇത്തിരിയെങ്കിലും ഉണ്ടോ എന്ന അർത്ഥത്തിലാണ് നമ്മൾ എനി മിൽക്ക് അവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ നല്ല സ്കൂളുകൾ വല്ലതും ഉണ്ടോ? ആർ ദർ എനി ഗുഡ് സ്കൂൾസ് ഹിയർ, ആർ ദർ എനി ഗുഡ് സ്കൂൾസ് ഹിയർ. ഇവിടെ എനി ഗുഡ് സ്കൂൾസ് പ്ലൂറൽ എക്സ്പ്രഷൻ ആയത് കാരണമാണ് നമ്മൾ ആർ ദർ എന്ന് ചോദിക്കുന്നത്. ആർ ദർ എനി ഗുഡ് സ്കൂൾസ് ഹിയർ. ഈസ് ദർ എ ബാങ്ക് ഹിയർ, ഇവിടെ ഒരു ബാങ്ക് ഉണ്ടോ? ബാങ്ക് സിംഗുലർ ആണ്, അതിൻ്റെ കൂടെ നമ്മൾ ആർ ദർ അല്ല ഉപയോഗിക്കുന്നത്, ഈസ് ദർ ആണ്. ഈസ് ദർ എ ബാങ്ക് ഹിയർ. മീറ്റിംഗ് എത്ര മണിക്കാണ്? വാട്ട് ടൈം ഈസ് ദ മീറ്റിംഗ്. മീറ്റിംഗ് എത്ര മണിക്ക് തുടങ്ങും എന്നാണ് ചോദ്യമെങ്കിൽ വാട്ട് ടൈം ഡസ് ദ മീറ്റിംഗ് സ്റ്റാർട്ട്. മീറ്റിംഗ് എത്ര മണിക്കാണ് എന്ന് ചോദിക്കാൻ വാട്ട് ടൈം ഈസ് ദ മീറ്റിംഗ് എന്ന് പറയാം. ഡിന്നർ എത്ര മണിക്കാണ്? വാട്ട് ടൈം ഈസ് ഡിന്നർ. ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഇതിൻ്റെ ഒന്നും കൂടെ ഇംഗ്ലീഷിൽ പൊതുവെ നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നില്ല. വാട്ട് ടൈം ഈസ് ഡിന്നർ, വാട്ട് ടൈം ഈസ് ദ ഡിന്നർ അല്ല, വാട്ട് ടൈം ഈസ് ഡിന്നർ. നിങ്ങൾ ഡിന്നറിന് എന്ത് തുക ഈടാക്കും? നമുക്കൊരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നൽകുന്നതിന് അവർ എത്ര പൈസ മേടിക്കും, എന്ത് തുക അവർ വാങ്ങിക്കും എന്ന് ചോദിക്കാൻ നമുക്ക് ഹൗ മച്ച് ഡു യു ചാർജ് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഹൗ മച്ച് ഡു യു ചാർജ് ഫോർ ഡിന്നർ. ഡിന്നറിന് നിങ്ങൾ എന്ത് തുക ഈടാക്കും? ഹൗ മച്ച് ഡു യു ചാർജ് ഫോർ ഡിന്നർ. ഈ ബാഗ് നേരെയാക്കാൻ നിങ്ങൾ എന്ത് തുക ഈടാക്കും? ഹൗ മച്ച് ഡു യു ചാർജ് ടു മെൻഡ് ദിസ് ബാഗ്. നമുക്ക് ബാഗ് നേരെയാക്കുന്നതിനെ കുറിച്ച് പറയാൻ റിപ്പയർ എന്ന വെർബ് ഉപയോഗിക്കാം. പൊതുവെ ബാഗ്, ഷൂസ്, അതിനെക്കുറിച്ച് അതെല്ലാം നേരെയാക്കുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് മെൻഡ് ആണ്. ഹൗ മച്ച് ഡു യു ചാർജ്. ഇവിടെ നമുക്ക് ഹൗ മച്ച് വിൽ യു ചാർജ് എന്നും ചോദിക്കാം. എന്ത് വില നിങ്ങൾ വാങ്ങിക്കും? ഹൗ മച്ച് വിൽ യു ചാർജ് ടു മെൻഡ് ദിസ് ബാഗ്, അല്ലെങ്കിൽ ഹൗ മച്ച് ഡു യു ചാർജ് ടു മെൻഡ് ദിസ് ബാഗ്. ഈ ബാഗ് നേരെയാക്കാൻ നിങ്ങൾ എത്ര പൈസ മേടിക്കും? എനിക്ക് ഈ സുഗന്ധം ഇഷ്ടമാണ്. ഇഷ്ടമാണ് എന്ന് പറയാൻ ഐ ലൈക്ക് ഉപയോഗിക്കുക, ഇഷ്ടമല്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ലൈക്ക് ഉപയോഗിക്കുക. കുറച്ചുകൂടി തീവ്രമായ ഇഷ്ടമുണ്ടെങ്കിൽ ഐ ലവ് എന്ന വെർബ് ഉപയോഗിക്കാം. ഐ ലവ് ദിസ് ഫ്രാഗ്രൻസ്. എനിക്ക് ഈ സുഗന്ധം ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമുക്ക് സെൻറ്റ് എന്ന് പറയാം. ഐ ലവ് ദിസ് സെൻറ്റ്. എനിക്ക് ഈ സ്ഥലം ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇഷ്ടമായില്ല. ഐ ഡോണ്ട് ലൈക്ക് ദിസ് പ്ലേസ്. ഇഷ്ടമല്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ലൈക്ക് ഉപയോഗിക്കാം. എനിക്ക് നിന്റെ സഹോദരനോട് സംസാരിക്കണമെന്നുണ്ട്.
വളരെ ഡയറക്റ്റ് ആയി നമുക്ക് ഇങ്ങനെ പറയാം, ഐ വോണ്ട് ടു ടോക്ക് ടു യുവർ ബ്രദർ. കുറച്ചുകൂടി പൊളൈറ്റ് ആയി പറയണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ പറയാം, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യുവർ ബ്രദർ. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യുവർ ബ്രദർ. ഐ വുഡ് ലൈക്ക് ടു മീറ്റ് യുവർ ബ്രദർ. എനിക്ക് നിന്റെ സഹോദരനെ കാണണമെന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു ദ മാനേജർ. എനിക്ക് മാനേജറോട് സംസാരിക്കണമെന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടു മീറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഐ വോണ്ട് ടു മീറ്റിന്റെ അർത്ഥവും അത് തന്നെയാണ്. പക്ഷെ അത് വളരെ ഡയറക്റ്റ് ആയ ഒരു ആവശ്യമാണ്. നമുക്കതിനെ കുറച്ചുകൂടി പൊളൈറ്റ് ആക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഐ വുഡ് ലൈക്ക് ഉപയോഗിക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു ദ മാനേജർ. എനിക്ക് മാനേജറോട് സംസാരിക്കണമെന്നുണ്ട്. ഐ വോണ്ട് ടു ടോക്ക് ടു ഹിം. എനിക്ക് അവനോട് സംസാരിക്കണം. ഞാൻ ഇവിടെ ഒരാഴ്ച താമസിക്കുന്നുണ്ടാവും. ഞാൻ ഇവിടെ ഒരാഴ്ച താമസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. ഫ്യൂച്ചർ ഇവന്റ് ആണ്, പക്ഷെ തീരുമാനം നമ്മൾ ഇപ്പോഴേ എടുത്തതാണ്. അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ഞാൻ ഇവിടെ ഒരാഴ്ച താമസിക്കുന്നുണ്ടാവും. ഐ എം സ്റ്റേയിങ് ഹിയർ ഫോർ എ വീക്ക്. അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കാം. ഐ വിൽ ബി സ്റ്റേയിങ് ഹിയർ ഫോർ എ വീക്ക്. ഞാൻ ഒരു ആഴ്ച താമസിക്കുന്നുണ്ടാവും. ഐ വിൽ ബി സ്റ്റേയിങ്. ഐ എം സ്റ്റേയിങ് എന്ന് പറഞ്ഞാലും ഐ വിൽ ബി സ്റ്റേയിങ് എന്ന് പറഞ്ഞാലും ഇവിടെ ഒരേ അർത്ഥം തന്നെയാണ്. പ്രസന്റ് കണ്ടിന്യൂസിനും ഫ്യൂച്ചർ കണ്ടിന്യൂസിനും ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ ഒരേ മീനിങ് തന്നെയാണ്. എനിക്ക് ഇന്ന് അല്പം നേരത്തെ പോകണം. ഐ വോണ്ട് ടു ലീവ് എ ലിറ്റിൽ ഏർലി ടുഡേ. ഇത് വളരെ ഡയറക്റ്റ് ആയ ഒരു ആവശ്യമാണ്. ഡിമാൻഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്ര തന്നെ പൊളൈറ്റ് അല്ല. നമുക്ക് ഓഫീസിലെ ബോസിന്റെ അടുത്ത് എനിക്ക് ഇന്ന് അല്പം നേരത്തെ പോകണം എന്ന് പറയണമെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഐ വോണ്ട് ടു ലീവ് എ ലിറ്റിൽ ഏർലി ടുഡേ എന്ന് പറയരുത്. ഐ വുഡ് ലൈക്ക് ടു ലീവ് എ ലിറ്റിൽ ഏർലി ടുഡേ. കുറച്ചുകൂടി പൊളൈറ്റ് ആയി വേണം ഇതുപോലത്തെ കാര്യങ്ങൾ പറയാൻ. ഐ വോണ്ട് ടു വളരെ ഡയറക്റ്റ് ആയ ഒരു ആവശ്യമാണ്. ഐ വുഡ് ലൈക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്യാൻ സാധിച്ചാൽ നന്നായിരുന്നു, ഈ മീനിങ് എല്ലാമാണ് വരുന്നത്. ഐ വുഡ് ലൈക്ക് ടു ലീവ് എ ലിറ്റിൽ ഏർലി ടുഡേ. എനിക്ക് ഇന്ന് അല്പം നേരത്തെ പോകണമെന്നുണ്ട്. നീ അവരുടെ പാർട്ടിക്ക് പോകുന്നുണ്ടോ? ആർ യു ഗോയിങ് ടു ദെയർ പാർട്ടി? പോകുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. നീ അവരുടെ പാർട്ടിക്ക് പോകുന്നുണ്ടാവുമോ? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കാം. വിൽ യു ബി ഗോയിങ് ടു ദെയർ പാർട്ടി? ആർ യു ഗോയിങ് ടു ദെയർ പാർട്ടി? നീ അവരുടെ പാർട്ടിക്ക് പോകുന്നുണ്ടോ? വിൽ യു ബി ഗോയിങ് ടു ദെയർ പാർട്ടി? നീ അവരുടെ പാർട്ടിക്ക് പോകുന്നുണ്ടാവുമോ? പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ പോകുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് എന്ന മീനിങ് വരുമ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മീനിങ് പോകുന്നുണ്ടാവും, വരുന്നുണ്ടാവും, ചെയ്യുന്നുണ്ടാവും, ഇതെല്ലാമാണ്. നിങ്ങളൊരു പുതിയ ജോലി അന്വേഷിക്കുകയാണോ? ആർ യു ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ്? ആർ യു ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ്? സെർച്ചിങ് ഫോർ വേണമെങ്കിൽ ഉപയോഗിക്കാം. പൊതുവെ ഉപയോഗിക്കുന്നത് ലുക്ക് ഫോർ തന്നെയാണ്. ആർ യു ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ്? നിങ്ങളൊരു പുതിയ ജോലി അന്വേഷിക്കുകയാണോ? നീ വരുമോ? നീ വരുന്നുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ ആർ യു കമ്മിങ്. നീ വരുമോ എന്നാണ് ചോദ്യമെങ്കിൽ വിൽ യു കം. നീ വരുമോ? നീ എന്നെ സഹായിക്കുമോ? വിൽ യു ഹെൽപ്പ് മീ? വിൽ യു ഹെൽപ്പ് മീ? നീ എന്നെ കാത്തു നിൽക്കുമോ? വിൽ യു വെയിറ്റ് ഫോർ മീ? നീ എന്നെ കാത്തു നിൽക്കുമോ? ഞാനൊരു പുതിയ കാർ വാങ്ങിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് എന്ന് പറയാൻ നമുക്ക് ഐ എം തിങ്കിങ് ഓഫ് എന്ന ഫ്രേസ് ഉപയോഗിക്കാം. തിങ്കിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്. ചിലർ എബൌട്ട് ഉപയോഗിക്കാറുണ്ട്. അത് തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷേ കോമൺലി നേറ്റീവ് സ്പീക്കേഴ്സ് തിങ്കിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്. ഐ എം തിങ്കിങ് ഓഫ് ബൈയിങ് എ ന്യൂ കാർ. ഓഫ് പ്രിപ്പോസിഷൻ ആണ്, അതുകൊണ്ട് തന്നെ പിന്നെ അതിനുശേഷം വന്ന വെർബും അതിൻ്റെ ING ഫോമിലാണ്. ഐ എം തിങ്കിങ് ഓഫ് ടു ബൈ എന്ന് പറയരുത്, അല്ലെങ്കിൽ ഐ ആം തിങ്കിങ് ടു ബൈ എന്നും പറയരുത്. ഐ എം തിങ്കിങ് ഓഫ് പ്ലസ് ING. ഐ എം തിങ്കിങ് ഓഫ് ബൈയിങ് എ ന്യൂ കാർ. ഞാൻ എൻ്റെ വീട് വിൽക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഐ എം തിങ്കിങ് ഓഫ് സെല്ലിങ് മൈ ഹൗസ്. ഐ എം തിങ്കിങ് ഓഫ് സെല്ലിങ് മൈ ഹൗസ്. ആ ജോലി ലഭിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ നടന്നു കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് ഐ ഹോപ്പ് ഉപയോഗിക്കാം. ഐ ഹോപ്പ് ടു ഗെറ്റ് ദാറ്റ് ജോബ്. ഐ ഹോപ്പ് ടു ഗെറ്റ് ദാറ്റ് ജോബ്, അല്ലെങ്കിൽ ഐ ഹോപ്പ് ഐ വിൽ ഗെറ്റ് ദാറ്റ് ജോബ്. ഐ ഹോപ്പ് ടു ഗെറ്റ് ദാറ്റ് ജോബ്. ഒരു പ്രൊമോഷൻ ലഭിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഐ ഹോപ്പ് ടു ഗെറ്റ് എ പ്രൊമോഷൻ. ഐ ഹോപ്പ് ടു ഗെറ്റ് എ പ്രൊമോഷൻ. എനിക്ക് പനിയുണ്ട്. ഈ ഒരു കാര്യം നമുക്ക് പല രീതിയിൽ പറയാം. എനിക്ക് പനിയുണ്ട്. ഐ ഹാവ് എ ഫീവർ. ഐ ഹാവ് ഗോട്ട് എ ടെമ്പറേച്ചർ എന്ന് പറയാം. ഐ എം റണ്ണിങ് എ ടെമ്പറേച്ചർ എന്നും പറയാം. അല്ലെങ്കിൽ ഐ ഹാവ് എ ഫീവർ. എനിക്ക് പനിയുണ്ട്. ഫീവർ ഒരു കോമൺ എയിൽമെന്റ് ആണ്, സാധാരണ നമുക്ക് എല്ലാവർക്കും വരുന്നതാണ്. ഇതുപോലത്തെ കോമൺ അസുഖങ്ങളുടെ കൂടെ പൊതുവെ നമ്മൾ എ ഉപയോഗിക്കും. ഐ ഹാവ് ഫീവർ എന്നല്ല നോർമലി പറയുന്നത്, ഐ ഹാവ് എ ഫീവർ എന്നാണ്. അതുപോലെ തന്നെ ഹെഡ് ഏക്ക്. ഐ ഹാവ് എ ഹെഡ് ഏക്ക്. ഐ ഹാവ് ഹെഡ് ഏക്ക് അല്ല, ഐ ഹാവ് എ ഹെഡ് ഏക്ക്. എനിക്ക് ജലദോഷമുണ്ട്. ഐ ഹാവ് എ കോൾഡ്. ഐ ഹാവ് കോൾഡ് അല്ല, ഐ ഹാവ് എ കോൾഡ്. ഇവിടെ എല്ലാം നമുക്ക് ഐ ഹാവിന് പകരം ഐ ഹാവ് ഗോട്ടും ഉപയോഗിക്കാം. ഐ ഹാവ് ഗോട്ട് എ കോൾഡ്. എൻ്റെ പുറം വേദനിക്കുന്നു. മൈ ബാക്ക് ഹേർട്സ്.
വേദനിക്കുന്നു എന്ന് പറയാൻ പെയിൻ എന്ന വെർബ് യൂസ് ചെയ്യരുത്. എന്റെ കഴുത്ത് വേദനിക്കുന്നു, മൈ നെക്ക് ഹേർട്സ്. എന്റെ കാല് വേദനിക്കുന്നു, മൈ ഫുട്ട് ഹേർട്സ്. എന്റെ കാല് വേദനിക്കുന്നു. എന്റെ വയറിലൊരു വേദനയുണ്ട് എന്ന് പറയാൻ നമുക്ക് ഐ ഹാവ് എ പെയിൻ ഇൻ മൈ സ്റ്റൊമക്ക് എന്ന് പറയാം. ഐ ഹാവ് എ പെയിൻ ഇൻ മൈ സ്റ്റൊമക്ക്. ഐ ഹാവ് എ പെയിൻ ഇൻ മൈ റൈറ്റ് സൈഡ്. എന്റെ വലതുവശത്ത് ഒരു വേദനയുണ്ട്. ഐ ഹാവ് എ പെയിൻ ഇൻ മൈ റൈറ്റ് സൈഡ്. എനിക്ക് എല്ലായ്പ്പോഴും ക്ഷീണം തോന്നുന്നു. ഐ ഓൾവേസ് ഫീൽ ടയേർഡ്. ഐ ഓൾവേസ് ഫീൽ ടയേർഡ് അല്ലെങ്കിൽ ഐ ഫീൽ ടയേർഡ് ഓൾ ദ ടൈം. ഓൾ ദ ടൈം എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും. ഐ ഓൾവേസ് ഫീൽ ടയേർഡ് അല്ലെങ്കിൽ ഐ ഫീൽ ടയേർഡ് ഓൾ ദ ടൈം. എനിക്ക് എപ്പോഴും ഉറക്കം വരുന്നു. ഐ ഓൾവേസ് ഫീൽ സ്ലീപ്പി അല്ലെങ്കിൽ ഐ ഫീൽ സ്ലീപ്പി ഓൾ ദ ടൈം. ഐ ഫീൽ സ്ലീപ്പി ഓൾ ദ ടൈം. എനിക്ക് തലവേദന ഉണ്ട്. ഐ ഹാവ് എ ഹെഡേക്ക്. എനിക്ക് തലവേദന ഉണ്ട്. എനിക്ക് വയറുവേദനയുണ്ട്. ഐ ഹാവ് സ്റ്റൊമക്ക് ഏക്ക്. പൊതുവേ സ്റ്റൊമക്ക് ഏക്കിൻ്റെ കൂടെ ഇയർ ഏക്കിൻ്റെ കൂടെ ടൂത്ത് ഏക്കിൻ്റെ കൂടെ ഒന്നും നമ്മൾ എ ഉപയോഗിക്കാറില്ല. ഐ ഹാവ് സ്റ്റൊമക്ക് ഏക്ക്. എനിക്ക് വയറ് വേദനിക്കുന്നുണ്ട്. ഐ ഹാവ് ഗോട്ട് ടൂത്ത് ഏക്ക്. എനിക്ക് പല്ല് വേദനിക്കുന്നുണ്ട്. എനിക്ക് സുഖം തോന്നുന്നില്ല. നമുക്ക് അസുഖം ഉണ്ട് എന്ന് പറയാൻ നമുക്ക് ഐ ഫീൽ സിക്ക് എന്ന് പറയാം. ഐ ആം ഇൽ എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഐ ഫീൽ സിക്ക് എന്നതിന് എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു എന്നൊരർത്ഥം കൂടിയുണ്ട്. ഐ ഫീൽ സിക്ക്. എനിക്ക് ഇപ്പോൾ കൂടുതൽ സുഖം തോന്നുന്നു. ഐ ഫീൽ ബെറ്റർ നൗ. ഐ ഫീൽ ബെറ്റർ നൗ. എനിക്ക് ഒന്ന് ഫോൺ ചെയ്യണം. ഐ വാണ്ട് ടു മേക്ക് എ ഫോൺ കോൾ. ഐ വാണ്ട് ടു മേക്ക് എ ഫോൺ കോൾ അല്ലെങ്കിൽ ഐ നീഡ് ടു മേക്ക് എ ഫോൺ കോൾ. ഐ ഹാവ് ടു മേക്ക് എ ഫോൺ കോൾ. എനിക്ക് ഒന്ന് ഫോൺ ചെയ്യണം. എനിക്ക് അവിടെ 8 മണിക്ക് എത്തണം. 8 മണി എന്ന് പറയുമ്പോൾ അറ്റ് 8 o'clock. ഐ നീഡ് ടു ബി ദർ അറ്റ് 8 o'clock അല്ലെങ്കിൽ ഐ ഹാവ് ടു ബി ദർ അറ്റ് 8 o'clock. ആവശ്യമുണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഹാവും നീഡും ഉപയോഗിക്കുന്നത്. ഐ വാണ്ട് ടു ബി ദർ അറ്റ് 8 o'clock എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്, ആവശ്യമല്ല. എനിക്ക് അവന് വേണ്ടി ഒരു പ്രസന്റ് വാങ്ങിക്കണം. ഐ ഹാവ് ടു ബൈ എ പ്രസന്റ് ഫോർ ഹിം. ഐ ഹാവ് ടു ബൈ എ പ്രസന്റ് ഫോർ ഹിം അല്ലെങ്കിൽ ഐ ഹാവ് ടു ബൈ ഹിം എ പ്രസന്റ്. ഹിം ആദ്യം വന്നപ്പോൾ പിന്നെ അവിടെ ഫോർ എന്ന പ്രിപ്പോസിഷൻ ഇല്ല. ഐ വാണ്ട് ടു ബൈ ഹിം എ നൈസ് പ്രസന്റ്. എനിക്ക് അവന് വേണ്ടി നല്ലൊരു സമ്മാനം വാങ്ങിക്കണം. എനിക്കൊരു പുതിയ ലാപ്ടോപ്പ് വാങ്ങിക്കണം. ഐ വാണ്ട് ടു ഗെറ്റ് എ ന്യൂ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഐ വാണ്ട് ടു ബൈ എ ന്യൂ ലാപ്ടോപ്പ്. ഒരു കാര്യം ചെയ്യണമെന്ന് പറയാൻ ഐ വാണ്ട് ടു ഉപയോഗിക്കുക അല്ലെങ്കിൽ ഐ ഹാവ് ടു ഉപയോഗിക്കുക. ഐ നീഡ് ടു ഉപയോഗിക്കുക. നിനക്ക് ഇപ്പോൾ പോവേണ്ടതുണ്ടോ? ഡു യു ഹാവ് ടു ലീവ് നൗ അല്ലെങ്കിൽ ഡു യു ഹാവ് ടു ഗോ നൗ. നീ ഇപ്പോൾ പോവണോ? ഡു യു വാണ്ട് ടു ഗോ നൗ. ഡു യു ഹാവ് ടു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം. ഡു യു വാണ്ട് ടു എന്ന് ചോദിക്കുമ്പോൾ നീ അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഡു യു വാണ്ട് ടു ഗോ നൗ. നിനക്ക് ഇപ്പോൾ പോവാൻ ആഗ്രഹമുണ്ടോ? നിനക്ക് വീക്കെൻഡിൽ ജോലി ചെയ്യേണ്ടതുണ്ടോ? ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ് ടു ഉപയോഗിക്കും. ഡു യു ഹാവ് ടു വർക്ക് ഓൺ വീക്കെൻഡ്സ്. നിനക്ക് വാരാന്ത്യങ്ങളിൽ ജോലി ചെയ്യേണ്ടതുണ്ടോ? ഡു യു ഹാവ് ടു വർക്ക് ഓൺ വീക്കെൻഡ്സ്. നീ ഇടയ്ക്കിടെ ഞങ്ങളെ വന്ന് കാണണം. യു ഷുഡ് കം ആൻഡ് സീ അസ് ഓഫൺ. യു ഷുഡ് കം ആൻഡ് സീ അസ് ഓഫൺ. നീ ഇടയ്ക്കിടെ ഞങ്ങളെ വന്ന് കാണണം. ഈ പരീക്ഷ ജയിക്കുന്നത് എനിക്ക് പ്രധാനമാണ്. എനിക്ക് പ്രധാനമാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഈ പരീക്ഷ ജയിക്കുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ടു പാസ് ദിസ് ടെസ്റ്റ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ടു പാസ് ദിസ് ടെസ്റ്റ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ടു ഫൈൻഡ് എ ബെറ്റർ ജോബ്. കൂടുതൽ നല്ലൊരു ജോലി കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ടു ഫൈൻഡ് എ ബെറ്റർ ജോബ്. ഞാൻ അവനോട് സംസാരിക്കാൻ പോകുന്നില്ല. ഐ എം നോട്ട് ഗോയിങ് ടു ടോക്ക് ടു ഹിം. നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ പോകുന്നില്ല എന്ന് പറയാൻ നമുക്ക് ഗോയിങ് ടു ഉപയോഗിക്കാം. ഐ എം നോട്ട് ഗോയിങ് ടു ടോക്ക് ടു ഹിം. ഞാൻ അവനോട് സംസാരിക്കാൻ പോകുന്നില്ല. മഴ പെയ്യാൻ പോവുകയാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. വെതറിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ആ സെന്റൻസ് ഇറ്റ് ഉപയോഗിച്ച് തുടങ്ങുക. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. മഴ പെയ്യാൻ തുടങ്ങുകയാണ്. നമ്മൾ അവൾക്ക് വേണ്ടി കാത്തു നിൽക്കണോ? ഷുഡ് വി വെയിറ്റ് ഫോർ ഹെർ അല്ലെങ്കിൽ ഷോൾ വി വെയിറ്റ് ഫോർ ഹെർ. നമ്മൾ അവൾക്ക് വേണ്ടി കാത്തു നിൽക്കണോ? ഷുഡ് വി വെയിറ്റ് ഫോർ ഹെർ. നമ്മൾ വീണ്ടും ശ്രമിക്കണോ? ഷുഡ് വി ട്രൈ അഗെയിൻ. ഷുഡ് വി ട്രൈ അഗെയിൻ. ഇന്ന് രാത്രി പുറത്തു നിന്ന് ഭക്ഷണം കഴിച്ചാലോ? ഒരു സജഷനാണ്. നമുക്കിത് ഹൗ അബൌട്ട് ഉപയോഗിച്ച് പറയാം, ഷോൾ ഉപയോഗിച്ച് പറയാം, ലെറ്റ്സ് ഉപയോഗിച്ച് പറയാം. ഹൗ അബൌട്ട് ഈറ്റിംഗ് ഔട്ട് ടുനൈറ്റ്. ഹൗ അബൌട്ട് ഈറ്റിംഗ് ഔട്ട് ടുനൈറ്റ്. ഈറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കുക. ഹൗ അബൌട്ട് ഈറ്റിംഗ് ഔട്ട് ടുനൈറ്റ്. ഇന്ന് പുറത്ത് നിന്ന് ഭക്ഷണം കഴിച്ചാലോ? ഹൗ അബൌട്ട് ഈറ്റിംഗ് ഔട്ട് ടുനൈറ്റ്. നമുക്കിത് ഷോൾ ഉപയോഗിച്ചും പറയാം. ഷോൾ വി ഈറ്റ് ഔട്ട് ടുനൈറ്റ്. ഇവിടെ അടുത്തൊരു കഫേ ഉണ്ടോ? ഈസ് ദർ എ കഫേ നിയർ ഹിയർ. ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഓക്സിലറി എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ച്. ഈസ് ദർ എ കഫേ നിയർ ഹിയർ. ഇവിടെ അടുത്തൊരു കഫേ ഉണ്ടോ? ആർ ദർ എനി റെസ്റ്റോറൻറ്റ്സ് നിയർ ഹിയർ. ഇവിടെ അടുത്ത് വല്ല റെസ്റ്റോറൻറ്റ്സും ഉണ്ടോ? ആർ ദർ എനി റെസ്റ്റോറൻറ്റ്സ് നിയർ ഹിയർ. എന്നെ തനിച്ചു വിടൂ. ലീവ് മീ അലോൺ. എന്നെ തനിച്ചു വിടൂ.
അവനെ ശല്യപ്പെടുത്തരുത്. ഡോണ്ട് ഡിസ്റ്റർബ് ഹിം എന്ന് പറയാം, അല്ലെങ്കിൽ ഡോണ്ട് ബോദർ ഹിം എന്ന് പറയാം. ഡോണ്ട് ബോദർ ഹിം. അവനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു കാര്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പറയാൻ നമുക്ക് ഡോണ്ട് ബോദർ ഉപയോഗിക്കാം. ഡോണ്ട് ബോദർ ആസ്കിങ് ഹിം. ഡോണ്ട് ബോദർ ആസ്കിങ് ഹിം. ഡോണ്ട് ബോദർ ഇൻഫോമിങ് ഹർ. അവളെ ഇൻഫോം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഡോണ്ട് ബോദർ ഇൻഫോമിങ് ഹർ. അങ്ങനെ ചെയ്ത് ബുദ്ധിമുട്ടണ്ട, അതാണ് ഈ സെന്റൻസിന് അർത്ഥം. അത് അവിടെ വെച്ചേക്ക്. നമുക്ക് ഈ ഒരു കാര്യം പുട്ട് ഉപയോഗിച്ചും ലീവ് ഉപയോഗിച്ചും പറയാം. പുട്ട് എന്ന് പറയുമ്പോൾ അവിടെ വെക്കുക എന്നൊരർത്ഥമാണ്. ലീവ് എന്ന് പറയുമ്പോൾ വെച്ചിട്ട് പോവുക എന്നൊരർത്ഥം വരും. ലിവ് ഇറ്റ് ദർ, അത് അവിടെ ഇട്ടേക്ക് അല്ലെങ്കിൽ വെച്ചേക്ക് എന്നൊരു മീനിങ് ആണ് അതിന്. ലിവ് ഇറ്റ് ദർ, അത് അവിടെ തന്നെ വെച്ചേക്ക്, നമുക്ക് വേണ്ട. പുട്ട് ഇറ്റ് ദർ എന്ന് പറയുമ്പോൾ അവിടെ വെക്കുക എന്ന് മാത്രമാണ് അർത്ഥം. അത് വെച്ചിട്ട് പോവുക എന്നൊരർത്ഥത്തിലല്ല നമ്മൾ പുട്ട് യൂസ് ചെയ്യുന്നത്. ലീവ് വെച്ചിട്ട് പോവുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഒന്ന് നടക്കാൻ പോവാം. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. നമുക്കൊരു ഫിലിം കാണാം. ലെറ്റ്സ് വാച്ച് എ ഫിലിം. ഒരു കാര്യം ചെയ്യാം എന്ന് പറയാൻ ലെറ്റ്സ് ഉപയോഗിക്കാം. നീ വരുന്നുണ്ടോ? ആർ യു കമ്മിങ്? നീ വരുന്നുണ്ടാവുമോ? വിൽ യു ബി കമ്മിങ്? ആർ യു കമ്മിങ്? വിൽ യു ബി കമ്മിങ്? നീ വരുന്നുണ്ടാവുമോ? അവനെക്കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? വാട്ട് ഡു യു തിങ്ക് ഓഫ് ഹിം? തിങ്കിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ പൊതുവെ ഓഫ് ആണ്. വാട്ട് ഡു യു തിങ്ക് ഓഫ് ഹിം? അവനെക്കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? പുതിയ മാനേജറെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? വാട്ട് ഡു യു തിങ്ക് ഓഫ് ദ ന്യൂ മാനേജർ, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓഫ് ദ ന്യൂ മാനേജർ? വാട്ട് ഡു യു തിങ്ക് ഓഫ് ദ ന്യൂ മാനേജർ? പുതിയ മാനേജറെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും ചോദിക്കാം. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓഫ് ദ ന്യൂ മാനേജർ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓഫ് ദ ന്യൂ മാനേജർ? പുതിയ മാനേജറെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? വാട്ട്സ് യുവർ ഒപ്പീനിയൻ ഓഫ് ദ ന്യൂ മാനേജർ? ചില കോമൺ പാറ്റേൺസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചില സെന്റൻസസ് ആണ് ഇന്നത്തെ ലെസണിൽ നോക്കിയത്. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ. താങ്ക് യു ഫോർ വാച്ചിങ്.